CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണയ സ്വർണം കവർന്ന കേസിൽ ഒളിവിൽ പോയ ജൂനിയർ ക്ലർക്ക് പിടിയിലായി. വാലങ്കല്ലിൽ ബി ശ്രീവത്സനെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കടമ്പഴിപ്പുറം അഴിയന്നൂരിൽ വെച്ചാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നയാളെ പോലീസ് പിടികൂടിയത്. കരിപ്പൂർ വിമാനാപകടത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ നാട്ടുകാർക്കായി അപകടത്തിൽപ്പെട്ട യാത്രക്കാരും മരിച്ചവരുടെ ആശ്രിതരും ചേർന്ന് നിർമ്മിച്ച ആശുപത്രി കെട്ടിടം ജനുവരി 31 ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. നെടിയിരുപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നിർമ്മിച്ചു നൽകിയ കെട്ടിടം രാവിലെ 9 പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. മോസ്കോ പൊട്ടച്ചിറയിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കരുത്തരായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയത്തോടെ തുടക്കമിട്ടു. 2-3 ഗോളുകൾക്ക് ഷൂട്ടേഴ്സ് പടന്നയെ കീഴടക്കിയാണ് സൂപ്പർ സ്റ്റുഡിയോ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറിയത്. താളമേളങ്ങളുടെ അകമ്പടിയോടെ മണ്ണാർക്കാട് വട്ടമ്പലം ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് സമാപനമായി. ഭക്തിയും ആഘോഷവും ഒത്തുചേർന്ന പൂരക്കാഴ്ചകൾ കാണാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രമുറ്റത്തെത്തിയത്. കരിപ്പൂർ വിമാനാപകടത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ നാട്ടുകാർക്കായി അപകടത്തിൽപ്പെട്ട യാത്രക്കാരും മരിച്ചവരുടെ ആശ്രിതരും ചേർന്ന് നിർമ്മിച്ച ആശുപത്രി കെട്ടിടം ജനുവരി 31 ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. നെടിയിരുപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നിർമ്മിച്ചു നൽകിയ കെട്ടിടം രാവിലെ 9 പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 2020 കോവിഡ് മഹാമാരി കാലത്ത് തകർത്തു പെയ്യുന്ന മഴയെയും രോഗഭീഷണിയെയും അവഗണിച്ച് ദുരന്തഭൂമിയിലേക്ക് ഓടിയെത്തിയ നാട്ടുകാരോടുള്ള നന്ദി സൂചകമായാണ് ഈ സ്നേഹാതുരാലയം പണി തീർത്തതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും 168 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അപകടത്തിന്റെ 5ാം വാർഷികത്തിലാണ് ഈ സമർപ്പണം നടക്കുന്നത്. പരിക്കേറ്റവരിൽ 65 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ TV ഇബ്രാഹിം MLA അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, A വിജയരാഘവൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. MP-മാർ, MLA-മാർ തുടങ്ങി നിരവധി ജനപ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിക്കും. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ തൊട്ടടുത്തായി ഒരു മനോഹരമായ കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടി നഗരസഭയും അതോടൊപ്പം തന്നെ MLA-യുമായൊക്കെ കൂടിയാലോചിച്ചിട്ടാണ് ഈ പ്രവൃത്തി അവർ ഇവിടെ ആരംഭിച്ചത്. ഈ 31 തീയതി രാവിലെ 9 മണിക്ക് കൊണ്ടോട്ടി നഗരസഭയ്ക്ക് ആ കെട്ടിടം കൈമാറുകയാണ്. ആ വിവരം നിങ്ങളൊക്കെ അറിയിക്കുവാൻ മാത്രവുമല്ല, അതിൻ്റെ കൈമാറ്റവും അതിൻ്റെ ഉദ്ഘാടനവും ചെയ്യുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഏവരുടെയും ആ പ്രദേശത്തിൻ്റെയും ആ പരിക്ക് പറ്റിയ ആളുകളുടെയൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായം തേടിക്കൊണ്ടാണ് പാണക്കാട് തങ്ങളെ ഇതിന് ഹാൻഡ് ഓവർ ചെയ്യാൻ തങ്ങൾ തന്നെ വേണം എന്ന് തീരുമാനിച്ചു. വാർത്താ സമ്മേളനത്തിൽ കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർമാൻ UK മുഹമ്മദ് ഇഷ, വൈസ് ചെയർമാൻ ആയിഷ ബിന്ദു, വിമാനാപകട ചാരിറ്റി ഫൗണ്ടേഷൻ ഭാരവാഹികളായ അബ്ദുറഹ്മാൻ ഇടക്കുനി, K അബ്ദുറഹീം, VP സന്തോഷ് കുമാർ, EM അബ്ദുൽ റഷീദ്, OK മൻസൂർ ബേപ്പൂർ, ഷമീർ വടക്കൻ, സഫ്വാൻ വടക്കൻ, അബ്ദുൽ ഗഫൂർ, ഉമ്മർ കോയ തുറക്കൽ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ജനുവരി 29 വ്യാഴാഴ്ച മുത്തനമുത്തിക്കും പ്രത്യേക പൂജ നടക്കും. വിപുലമായ ഭക്തജന പങ്കാളിത്തമാണ് ചടങ്ങിൽ പ്രതീക്ഷിക്കുന്നത്.
ഏകാദശിയും രോഹിണി നക്ഷത്രവും ഒത്തുചേരുന്ന പുണ്യയോഗത്തിലാണ് കേരളത്തിന്റെ തനത് ദ്രാവിഡ സമ്പ്രദായത്തിലുള്ള ഈ അതിപുരാതന അനുഷ്ഠാനം നടക്കുന്നത്. രാവിലെ 6 മണി മുതൽ 11 മണി വരെയും ഉച്ചയ്ക്കു ശേഷം 3 മണി മുതലുമായി 2 കാലങ്ങളിലായാണ് പൂജകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പൂജയ്ക്ക് ആചാര്യൻ പറക്കൽ പ്രദീപ് പണിയ നേതൃത്വം നൽകും. പാപനാശത്തിനും പുണ്യസിദ്ധിക്കുമായി വിശ്വാസികൾ ആചരിക്കുന്ന ജയ ഏകാദശി വ്രത ദിനത്തിൽ നടക്കുന്ന ഈ ദ്രാവിഡ പൂജയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. CCN മലപ്പുറം. മോസ്കോ പൊട്ടച്ചിറയിൽ 1ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥമാണ് ലക്കി സ്റ്റാർ മോളൂർ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. മോസ്കോ പൊട്ടച്ചിറ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് നടക്കുന്നത്. പാലക്കാട് അനഘ ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. SFA സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ പതാക ഉയർത്തി. ലൈനപ്പായി നിൽക്കേണ്ടതാണ്. SFA ജില്ലാ സെക്രട്ടറി വാഹിദ് കുപ്പൂത്ത്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുബാറക് സാലിഹ്, SFA ജില്ലാ പ്രസിഡന്റ് K അഷറഫ്, റഷീദ് ചെർപ്പുളശ്ശേരി തുടങ്ങിയവരും പങ്കെടുത്തു. കേരളത്തിലെ മികച്ച ടീമായിട്ടുള്ള സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഒപ്പം തന്നെ ലിൻഷ മണ്ണാർക്കാടും കാസർഗോഡുള്ള ക്ലബ്ബുകളും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ക്ലബ്ബുകളും ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു എന്ന സവിശേഷത ഈ വർഷത്തെ ടൂർണമെന്റിൽ ഇവിടെയുണ്ട്. പുറമെ കേരളത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിദേശ കളിക്കാരിൽ ഏതാണ്ട് 24 പ്രധാന വിദേശ കളിക്കാർ ഈ ടൂർണമെന്റിൽ ഇവിടെ കളിക്കാനിറങ്ങുകയാണ്. നെല്ലായ ഗ്രാമപഞ്ചായത്ത് അംഗം മുഹമ്മദ് ഷാഫി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം PP അൻവർ സാദത്ത് അധ്യക്ഷനായി. നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനീറ ബാനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നെല്ലായ പഞ്ചായത്തിന്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. നെല്ലായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മോളൂർ ലക്കി സ്റ്റാർ ക്ലബ് ഭാരവാഹികൾ, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നക്സൽ ഷോട്ടേഴ്സ് പഠനയ്ക്ക് വേണ്ടി ഇന്ന് കൂട്ടടിക്കുന്നു. ഗോൾ കീപ്പർ ഗൗതം, സ്റ്റോപ്പർ ബാക്ക് ഷാഹിർ. ഗ്രാൻഡ് റിവ്യൂ കൺവെൻഷൻ സെന്റർ അസാസ് LED ലീറ്റ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന് വേണ്ടി ഇന്ന് കൂട്ടടിക്കുന്നു. ഗോൾ കീപ്പർ നിഖിൽ, സ്റ്റോപ്പർ ബാക്ക് ജെയിംസ്, റൈറ്റ് ബാക്ക് ജിയ, ലെഫ്റ്റ് ബാക്ക് ഷാലിം, സെന്റർ ഫോർവേഡ് അച്ചുറു, റൈറ്റ് ഫോർവേഡ് ദോഷോ, ലെഫ്റ്റ് ഫോർവേഡ് മാർട്ടിനസ്. ആവേശകരമായ ഉദ്ഘാടന മത്സരത്തിൽ സെവൻസ് ഫുട്ബോളിലെ വമ്പന്മാരായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഷൂട്ടേഴ്സ് പടന്നയുമായി ഏറ്റുമുട്ടി. മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് സൂപ്പർ സ്റ്റുഡിയോ വിജയിച്ചു. രണ്ടാം ദിനമായ ബുധനാഴ്ച സപാൻ FC കോട്ടക്കലും സോക്കർ സ്പോർട്ടിംഗ് ഷൊർണൂരും ഏറ്റുമുട്ടും. സ്ത്രീകൾക്കും 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ടൂർണമെന്റിലേക്ക് പ്രവേശനം സൗജന്യമാണ്. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പുത്തനാൽക്കൽ അമ്മ എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശന കർമ്മം നടന്നു. ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കിയ ചടങ്ങിൽ P. ശ്രീകുമാർ ആൽബം പ്രകാശനം നിർവഹിച്ചു. പുത്തനാൽക്കൽ കാവിൽ വാഴുന്നൊരമ്മേ, ആയുരാരോഗ്യങ്ങൾ തന്നിടണേ. ആൽമരച്ചോട്ടിൽ വാണിടുമമ്മേ, ആനന്ദരൂപിണി ഭഗ
ഭഗവതിയെ മക്കളെയെല്ലാം കാത്തരുളിയിടും ശ്രീ ജഗദംബികെ കൈ തൊഴുന്നേ ശ്രീ സംഗീത ആൽബം പി ശ്രീകുമാർ ബിജുമോൻ പന്തിരികുലത്തിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. ഇപ്പോഴാണ് നിയോഗം ഉണ്ടായത്. ഇത് ആലപിച്ച ഒരുപാട് ഭഗവാനെ കുറിച്ച് മാത്രമല്ല ഒരുപാട് ദേവീദേവന്മാരെ കുറിച്ചിട്ട് അവർക്ക് ഗാനം രചിക്കാനും അത് ആലപിക്കാനും അത് ഭക്തജനങ്ങളെ എത്തിക്കാനും കഴിയുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ശ്രീ പുത്തനാലിക്കുളമ്പിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശങ്കരൻകുട്ടി പുലാപ്പറ്റ ഗാനരചന നിർവഹിച്ച ആൽബത്തിന് പ്രദീപ് ചെറായയാണ് സംഗീതവും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത്. സർവരക്ഷകമീശ്വരം ഗജാനനം സത്പുരുഷം ഭജേ വിനായകം സദാ ഭജേ വിനായകം സദാ ഭജേ വിനായകം സദാ. കാളവേല ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. ചടങ്ങിൽ ഗോപൻ ഇഴക്കാട്, ബിജോയ് സംഗീത്, സുനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ വെട്ടംപറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CCN ചെറുപ്പുളശ്ശേരി. മോസ്കോ പൊട്ടച്ചിറയിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കരുത്തരായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയത്തോടെ തുടക്കമിട്ടു. 2-3 ഗോളുകൾക്ക് ഷൂട്ടേഴ്സ് പടനയെ കീഴടക്കിയാണ് സൂപ്പർ സ്റ്റുഡിയോ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറിയത്. കളിയുടെ തുടക്കം മുതൽ തന്നെ ഇരു ടീമുകളും ആക്രമണ ശൈലിയാണ് പുറത്തെടുത്തത്. മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഷൂട്ടേഴ്സ് പടനയെ ഞെട്ടിച്ചുകൊണ്ട് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ആദ്യ ഗോൾ നേടി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന ഷൂട്ടേഴ്സ് പടന 24-ാം മിനിറ്റിൽ സമനില ഗോൾ മടക്കി. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചു. രണ്ടാം പകുതിയിൽ വീറോടെ പന്ത് തട്ടിയ ഷൂട്ടേഴ്സ് പടന്ന 9-ാം മിനിറ്റിൽ വീണ്ടും ഗോൾ വല കുലുക്കിയതോടെ മത്സരം ആവേശത്തിന്റെ കൊടുമുടിയിലെത്തി. നിശ്ചിത സമയം അവസാനിക്കുമ്പോൾ വിജയത്തിലേക്ക് നീങ്ങിയ പടനയെ അമ്പരപ്പിച്ചുകൊണ്ട് അധിക സമയം അനുവദിച്ച 9 മിനിറ്റിന്റെ അവസാന നിമിഷത്തിൽ സൂപ്പർ സ്റ്റുഡിയോ സമനില ഗോൾ കണ്ടെത്തി. മത്സരം 2-2 എന്ന സമനിലയിലായതോടെ അനുവദിച്ച 5 മിനിറ്റ് വീതമുള്ള 10 മിനിറ്റിലാണ് കളിയുടെ വിധി മാറിയത്. ഈ സമയത്തിനുള്ളിൽ ഒരു ഗോൾ കൂടി നേടി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ലീഡ് തിരിച്ചുപിടിച്ചു. അവസാന നിമിഷം വരെ പൊരുതി നോക്കിയെങ്കിലും ഷൂട്ടേഴ്സ് പടനയ്ക്ക് മലപ്പുറത്തിന്റെ പ്രതിരോധം ഭേദിക്കാനായില്ല. ഒടുവിൽ 3-2 എന്ന സ്കോർ നിലയിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തങ്ങളുടെ വിജയമുറപ്പിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ടീമുകൾ പൊട്ടച്ചിറയിലെ മണ്ണിൽ നേർക്കുനേർ എത്തുന്നതോടെ ഫുട്ബോൾ ആവേശം ഇരട്ടിയാകും. CCN ചെറുപ്പുളശ്ശേരി. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണയ സ്വർണം കവർന്ന കേസിൽ ഒളിവിൽ പോയ ജൂനിയർ ക്ലർക്ക് പിടിയിലായി. വാലങ്കല്ലിൽ വി ശ്രീവത്സനെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കടമ്പഴിപ്പുറം അഴിയന്നൂരിൽ വെച്ചാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ പോലീസ് പിടികൂടിയത്.
വേട്ടേക്കര വലിയ കല്ലിങ്ങൽ ശങ്കരനാരായണൻ ബാങ്കിൽ പണയം വെച്ചിരുന്ന 36.5 ഗ്രാം സ്വർണമാണ് ഇയാൾ അപഹരിച്ചത്. 2025 ഏപ്രിലിൽ സ്വർണം പണയം വെച്ച് 1,60,000 രൂപ ശങ്കരനാരായണൻ വായ്പ എടുത്തിരുന്നു. സെപ്റ്റംബർ 29 വായ്പ തിരിച്ചടച്ച് സ്വർണം തിരികെ വാങ്ങാൻ ശങ്കരനാരായണനും ബന്ധുവും ബാങ്കിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിയുന്നത്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ക്ലർക്ക് ലോക്കർ പരിശോധിച്ചെങ്കിലും സ്വർണം കണ്ടെത്താനായില്ല. വിവരം ഉടൻ തന്നെ ബാങ്ക് ഭരണസമിതിയെ അറിയിച്ചു. തുടർന്ന് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത്. 2025 ജൂലൈ 14 മാനേജറുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന ശ്രീവത്സൻ സേഫ് റൂമിൽ പ്രവേശിക്കുകയും അനധികൃതമായി ഒരു പാക്കറ്റ് കൈക്കലാക്കി മടങ്ങുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 8 ചേർന്ന ഭരണസമിതി അടിയന്തര യോഗം ശ്രീവത്സനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ബാങ്ക് സെക്രട്ടറി നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ ശ്രീവത്സൻ ഒളിവിൽ പോയി. ദിവസങ്ങളോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രതി പിടിയിലായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCN കടമ്പഴിപ്പുറം. താളമേളങ്ങളുടെ അകമ്പടിയോടെ മണ്ണാർക്കാട് വട്ടമ്പലം ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് സമാപനമായി. ഭക്തിയും ആഘോഷവും ഒത്തുചേർന്ന പൂരക്കാഴ്ചകൾ കാണാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രമുറ്റത്ത് എത്തിയത്.
CCN മണ്ണാർക്കാട്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള സംസ്ഥാന നാടകോത്സവം ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാളിൽ നടക്കും. മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. 3 ദിവസങ്ങളിലായി 13 നാടകങ്ങളാണ് അരങ്ങേറുന്നത്. നാടകോത്സവത്തിന് മുന്നോടിയായി ജനുവരി 29 രാവിലെ 10 മണിക്ക് നിലമ്പൂരിൽ നിന്ന് നാടകജ്യോതി പ്രയാണം ആരംഭിക്കും. KP രമണൻ ജാഥ ക്യാപ്റ്റനായും ഡോക്ടർ KK ബാലചന്ദ്രൻ മാനേജറുമായുള്ള ജാഥ നടി നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്യും. മഞ്ചേരി, കരിക്കാട്, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ, പൊന്നാനി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം തിരൂരിലെത്തുന്ന ജ്യോതി N പ്രമോദ് ദാസ് ഏറ്റുവാങ്ങും. 29 വൈകുന്നേരം 6:30 ടൗൺഹാൾ പരിസരത്ത് നാടകജ്വാല തെളിയിക്കും. ജനുവരി 30 രാവിലെ 10 മണിക്ക് ഒഡീഷയിലെ പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ പ്രൊഫസർ കേശരഞ്ജൻ പ്രധാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി V. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിക്കും. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് മുഖ്യപ്രഭാഷണം നടത്തും. MLA-മാരായ കുറുക്കോളി മൊയ്തീൻ, KT ജലീൽ, നഗരസഭാ ചെയർമാൻ ഇബ്രാഹിം ഹാജി എന്നിവർക്കൊപ്പം സാംസ്കാരിക മേഖലയിലെ പ്രമുഖരായ ആലങ്കോട് ലീലാകൃഷ്ണൻ, PP കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി എന്നിവർ പങ്കെടുക്കും. നാടകോത്സവത്തിന്റെ ഭാഗമായി മലപ്പുറത്തിന്റെ നാടകങ്ങൾ, ദൃശ്യാവിഷ്കാരം, നാടക ചർച്ചകൾ, നവരസാഭിനയം, പ്രഭാഷണങ്ങൾ തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഫെബ്രുവരി 1 നടക്കുന്ന സമാപന സമ്മേളനം നടൻ സന്തോഷ് കിഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും. 29 തീയതി നമ്മുടെ നാടകജ്യോതിയുണ്ട്. നാടകജ്യോതി പ്രയാണം ആരംഭിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണ്. നമ്മുടെ ജില്ലയിലെ നാടക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് നിലമ്പൂർ. നിലമ്പൂർ ആയിഷയുടെ നാടാണ്. നിലമ്പൂർ ബാലന്റെയും അതുപോലെ തന്നെ EK അയ്മൂവിന്റെയും ഒക്കെ നാടാണ്. KTയുടെ ഒക്കെ പഴയ തട്ടകമായിരുന്നു. അപ്പൊ അവിടുന്ന് പ്രയാണം ആരംഭിച്ച് നമ്മുടെ കരിക്കാട് ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. നാടകജ്യോതിയും അത്ലറ്റുകളുടെ കമ്പ്യൂട്ടറിലാണ് വരുന്നത്. പിന്നെ നമ്മള് ഏറനാട് കഴിഞ്ഞ് പെരുന്തൽമണ്ണയിൽ ചെറുകാട് കോർണറിൽ വെച്ചുകൊണ്ട് ചെറുകാടിന്റെ നാടാണ്. പിന്നെ കോട്ടയ്ക്കലാണ് അടുത്ത സ്വീകരണം. കാരണം നമ്മുടെ ജില്ലയിലെ ആദ്യമായിട്ട് നാടക കമ്പനി ആരംഭിച്ചത് വൈദ്യരത്നം PS വാരിലാണ്. പരമശിവ വിലാസം നാടക കമ്പനി, അവിടെ സ്വീകരണമുണ്ട്. അത് കഴിഞ്ഞ് ഇടശ്ശേരിയുടെ പൊന്നാനി സ്വീകരണം കഴിഞ്ഞ് നമ്മള് തിരൂരിലെ പൂങ്ങോട്ടുകുളത്ത് വാഹനങ്ങളുടെയും ആളുകൾ വലിയ കമ്പനി സ്വീകരിച്ചുകൊണ്ട് വാഗൺ ട്രാജഡി ഹാളിലാണ് നാടക ജ്യോതി തെളിയിക്കുന്നത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ C. ജയപ്രകാശ്, K. മൊയ്തീൻ കോയ, KP ശങ്കരൻ, N. പ്രമോദ് ദാസ്, ജില്ലാ ലൈബ്രറി ഓഫീസർ KS രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജനുവരി 29 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ നഗരസഭ ഓഫീസ് പരിസരത്താണ് ക്യാമ്പ് നടക്കുന്നത്. ജില്ലയെ തിമിരമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലയൺസ് ക്ലബ്ബ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് ഒരുക്കുന്നത്. നഗരസഭാ അധ്യക്ഷ പച്ചേരി സുരയ്യ ഫാറൂഖ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പിൽ വെച്ച് തിമിര ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് കണ്ടെത്തുന്നവർക്ക് പിന്നീട് അത് സൗജന്യമായി നിർവഹിച്ച് നൽകുന്നതാണ്. ലയൺസ് റീജിയൻ ചെയർമാൻ ഡോക്ടർ നെയ്മു റഹ്മാൻ, സോണൽ ചെയർമാൻ ശശികുമാർ സാകേതം, ക്ലബ് പ്രസിഡന്റുമാരായ വർഗീസ് തെക്കേക്കൂട്ട്, പത്മനാഭൻ, വിജയമോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. വണ്ടൂർ പാലേമാട് 10 ഏക്കർ പാട്ടഭൂമിയിൽ വർണ്ണവിസ്മയമൊരുക്കി കർഷകൻ കരുവാടൻ കബീർ. അതിമനോഹരമായി വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളും ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിയുമാണ് ഇപ്പോൾ പാലമാട്ടെ പ്രധാന ആകർഷണം. കൃഷിയിടത്തിലെ സൂര്യകാന്തി പൂക്കളുടെ പ്രദർശനം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇത് ഏരിയ മുഴുവൻ മല്ലിക, നാലേ ഭാഗം 10 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ 2 ഏക്കറിൽ സൂര്യകാന്തിയും 3 ഏക്കറിൽ ചെണ്ടുമല്ലിയുമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 5 ഏക്കറിൽ വിളവെടുപ്പിന് പാകമായിക്കൊണ്ടിരിക്കുന്ന തണ്ണിമത്തൻ, കക്കിരി, ചീര, കിയാർ തുടങ്ങിയ പച്ചക്കറികളുമാണുള്ളത്. വരമ്പൻകല്ല് സ്വദേശിയായ കബീർ ഏകദേശം 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ സീസണിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. കുടുംബസമേതം കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും ഫോട്ടോകൾ എടുക്കുന്നതിനും കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് പച്ചക്കറികൾ വാങ്ങുന്നതിനുമായി കബീർ സന്ദർശകരെ സ്വാഗതം ചെയ്യുകയാണ്. രാത്രികാലങ്ങളിൽ ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തി പ്രദർശനം വിപുലീകരിക്കാനും ഇദ്ദേഹത്തിന് പദ്ധതിയുണ്ട്. മികച്ച വിളവ് ലഭിച്ചാൽ മാത്രമേ വലിയ തുക ചിലവഴിച്ചുള്ള ഈ കൃഷി ലാഭകരമാകൂ എന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. കബീറാണ്. കബീറിനെ യഥാർത്ഥത്തിൽ വണ്ടൂർക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും നല്ല രീതിയിൽ
മികച്ച കർഷകനുള്ള അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ളതാണ് കബീർ. മുമ്പ് ഇത്തരം കാര്യങ്ങൾ കാർഷിക മേഖല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇത് ഏറ്റവും മനോഹരമായിട്ടാണ് സൂര്യാന്തി പൂക്കളും അതുപോലെ മല്ലിക പൂക്കളും മല്ലിക ചെടിയൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. അത് പൂർണ്ണമായി ഏതാണ്ട് വളർച്ചയിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ കണ്ണിന് വളരെ കൗതുകം നൽകുന്ന, വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് ഇവിടെ സന്ദർശിക്കുക, ഇതൊക്കെ കാണുക എന്ന് പറയുന്നത്. ഇത്രയും വലിയ ഒരു സംരംഭം 5 ഏക്കർ സ്ഥലത്ത് നടത്തി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ്. കബീർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളൊന്നാണ് ഈ ഒരു പ്രോഗ്രാം. ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മുബഷീർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീന സിയാദ്, KT മുഹമ്മദ് അലി, PT ജബീബ് സുക്കീർ, കർഷകൻ കരുവാടൻ കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടമ്പഴിപ്പുറ സർവീസ് സഹകരണ ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണയ സ്വർണം കവർന്ന കേസിൽ ഒളിവിൽ പോയ ജൂനിയർ ക്ലർക്ക് പിടിയിലായി. വാലങ്കല്ലിൽ B ശ്രീവത്സനെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കടമ്പഴിപ്പുറം അഴിയന്നൂരിൽ വെച്ചാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ പോലീസ് പിടികൂടിയത്. കരിപ്പൂർ വിമാനാപകടത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ നാട്ടുകാർക്കായി അപകടത്തിൽപ്പെട്ട യാത്രക്കാരും മരിച്ചവരുടെ ആശ്രിതരും ചേർന്ന് നിർമ്മിച്ച ആശുപത്രി കെട്ടിടം ജനുവരി 31 ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. നെടിയിരുപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നിർമ്മിച്ചു നൽകിയ കെട്ടിടം രാവിലെ 9 പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. മോസ്കോ പൊട്ടച്ചിറയിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കരുത്തരായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയത്തോടെ തുടക്കമിട്ടു. 2-3 ഗോളുകൾക്ക് ഷൂട്ടേഴ്സ് പടന്നയെ കീഴടക്കിയാണ് സൂപ്പർ സ്റ്റുഡിയോ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറിയത്. താളമേളങ്ങളുടെ അകമ്പടിയോടെ മണ്ണാർക്കാട് വട്ടമ്പലം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് സമാപനമായി. ഭക്തിയും ആഘോഷവും ഒത്തുചേർന്ന പൂരക്കാഴ്ചകൾ കാണാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രമുറ്റത്തെത്തിയത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.